നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകളേക്കാൾ അറിയാതെ ചെയ്യുന്ന തെറ്റുകളാണ് നമ്മളെ കൂടുതൽ ദോഷകരമായി ബാധിക്കുന്നത്. വീടിന്റെ പരിസരം പച്ചപ്പുള്ളതും മനോഹരവുമാകാൻ ഏത് ചെടിയും നടുകയാണോ എങ്കിൽ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കണം. വാസ്തുശാസ്ത്രവും പൗരാണിക ശാസ്ത്രങ്ങളും അനുസരിച്ച് ചില മരങ്ങൾ വീടിന് ഐശ്വര്യവും സമ്പത്തും ആകർഷിക്കുമ്പോൾ മറ്റു ചില മരങ്ങൾ വീടിനെയും വംശത്തെയും നശിപ്പിക്കുന്നു. സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു ലക്ഷ്മി ദേവിക്ക് വിശദീകരിച്ച ശുഭവും അശുഭകരവുമായ വൃക്ഷങ്ങളുടെ രഹസ്യങ്ങൾ എന്തൊക്കെയാണ്? അറിയാതെ അശുഭകരമായ ചെടികൾ നട്ട ഒരു ശിവഭക്തന്റെ ജീവിതം എങ്ങനെ നശിച്ചു? ഒടുവിൽ പരമശിവൻ നേരിട്ട് വന്ന് അവനെ എങ്ങനെ രക്ഷിച്ചു? ഈ രസകരമായ കാര്യങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോയിൽ വിശദമായി മനസ്സിലാക്കാം. അറിവില്ലായ്മ പല അനർത്ഥങ്ങൾക്കും വഴിവെക്കുന്നതിനാൽ ഈ വീഡിയോ എവിടെയും സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കാണുക. അതിനു മുമ്പ് കമന്റ് ബോക്സിൽ ഭക്തിയോടെ ജയ് ശ്രീമന്നാരായണ എന്ന് എഴുതി ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ പിന്തുണയ്ക്കുക. ഈ രണ്ട് ചെടികളും അബദ്ധത്തിൽ പോലും വീട്ടിൽ നടരുത്, വളർത്തരുത്. വീട് മുഴുവൻ നശിച്ചു പോകും. ഇല്ലാത്ത കഷ്ടപ്പാടുകൾ വരും. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകളേക്കാൾ അറിയാതെ ചെയ്യുന്ന തെറ്റുകളാണ് നമ്മളെ കൂടുതൽ നഷ്ടപ്പെടുത്തുന്നത്. മരിക്കാൻ പോലും തയ്യാറാകൂ, പക്ഷേ ഈ രണ്ട് ചെടികളും അബദ്ധത്തിൽ പോലും നിങ്ങളുടെ വീടിന് മുന്നിൽ വെക്കരുത്. ഇവ നിങ്ങളുടെ വീടിനെയും നിങ്ങളുടെ വംശത്തെയും നശിപ്പിക്കുമെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. അപ്പോൾ വീട്ടിൽ ഏതൊക്കെ ചെടികൾ നടാൻ പാടില്ല എന്നതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ വിശദമായി മനസ്സിലാക്കാം. സുഹൃത്തുക്കളെ, അറിവില്ലായ്മ പല അനർത്ഥങ്ങൾക്കും വഴിവെക്കും. അതുകൊണ്ട് ഈ വീഡിയോ പൂർണ്ണമായി കാണുക. ആദ്യം കമന്റ് ബോക്സിൽ ജയ് ശ്രീമന്നാരായണ എന്ന് കമന്റ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിച്ച് ഞങ്ങളെ പിന്തുണയ്ക്കുക. ഒരു സമയത്ത് വൈകുണ്ഠത്തിൽ ലക്ഷ്മി ദേവി ശ്രീ മഹാവിഷ്ണുവോടൊപ്പം ഇരിക്കുമ്പോൾ ഭൂമിയിൽ കഷ്ടപ്പെടുന്ന മനുഷ്യരെ കണ്ട് അവളുടെ മനസ്സ് അലിഞ്ഞു. അപ്പോൾ അവൾ വിഷ്ണുവിനോട് ഇങ്ങനെ ചോദിച്ചു: പ്രഭു, ദയവായി എനിക്കിത് പറഞ്ഞുതരൂ. മനുഷ്യർ ഏത് മരങ്ങളാണ് നടേണ്ടത്? ഏത് ചെടികളാണ് വീടിന്റെ മുന്നിൽ വെച്ചുപിടിപ്പിക്കേണ്ടത്? അങ്ങനെ ചെയ്താൽ അവരുടെ ജീവിതത്തിലെ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും അകന്നുപോകും. ശത്രുക്കൾ, രോഗങ്ങൾ, ഭൂതപ്രേതപിശാചുക്കൾ തുടങ്ങിയ ഭയങ്ങളിൽ നിന്ന് അവർക്ക് സംരക്ഷണം ലഭിക്കും. ഏത് മരങ്ങളാണ് ഒരു കാരണവശാലും നടാൻ പാടില്ലാത്തത്? ഏത് മരങ്ങൾ കാരണമാണ് കഷ്ടപ്പാടുകൾ വരുന്നത് എന്ന് ചോദിച്ചു. അവളുടെ ചോദ്യത്തിന് ശ്രീ മഹാവിഷ്ണു പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ദേവി, നീ ഇന്ന് മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിച്ചത്. ഈ സൃഷ്ടിയിൽ മരങ്ങൾക്ക് വളരെ വലിയ സ്ഥാനമുണ്ട്. അവ എപ്പോഴും പൂജിക്കപ്പെടേണ്ടവയാണ്. ചില പ്രത്യേക മരങ്ങളെ ശരിയായ ദിശയിൽ ശരിയായ സ്ഥാനത്ത് നടുന്നത് വഴി അത്ഭുതകരമായ ഫലങ്ങൾ ലഭിക്കും. മരങ്ങളും ചെടികളും വീടിന് സൗന്ദര്യം നൽകുക മാത്രമല്ല, അവ നമ്മുടെ ചുറ്റുമുള്ള വായുവിനെ ശുദ്ധമാക്കുകയും ചെയ്യുന്നു. അവയിൽ നിന്ന് നിരന്തരം നല്ല ഊർജം പ്രസരിച്ചുകൊണ്ടിരിക്കും. അത് മനുഷ്യന്റെ ജീവിതത്തിലെ പുരോഗതിക്ക് വളരെ അത്യാവശ്യമാണ്. മരങ്ങൾ പ്രതികൂല ശക്തികളെ ആഗിരണം ചെയ്ത് അന്തരീക്ഷത്തെ അനുകൂലമാക്കുന്നു. വീടിന്റെ മുന്നിൽ ശരിയായ ചെടികളുണ്ടെങ്കിൽ വീട്ടിൽ സുഖസന്തോഷങ്ങളും ഐശ്വര്യവും നിറയും. അതുമാത്രമല്ല, പലതരം വാസ്തുദോഷങ്ങളെയും ഈ ചെടികൾ നശിപ്പിക്കുന്നു. വീടിന്റെ പരിസരത്തുള്ള ശുഭകരമായ മരങ്ങൾ ദേവതകളെപ്പോലെ ആ വീടിനെ സംരക്ഷിക്കുന്നു. ദേവി, വീടിനടുത്ത് ഏത് ചെടികൾ വെക്കണം, ഏത് വെക്കാൻ പാടില്ല എന്നതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ നിനക്ക് ഒരു പഴയ കഥ പറഞ്ഞുതരാം. ആ കഥ കേട്ടാൽ ഏത് ചെടികൾ നടുന്നത് വഴി ജീവിതം നശിക്കുമെന്നും ഏത് നട്ടാൽ ഭാഗ്യം വരുമെന്നും നിനക്ക് വ്യക്തമായി മനസ്സിലാകും. ഈ കഥ ശ്രദ്ധയോടെ കേൾക്കുന്നവരുടെ നൂറുകണക്കിന് പാപങ്ങൾ നശിക്കുകയും ദാരിദ്ര്യം എന്നേക്കുമായി ഇല്ലാതാകുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ലക്ഷ്മിദേവി: പ്രഭോ, ഞാൻ ഈ കഥ തീർച്ചയായും പൂർണ്ണ ശ്രദ്ധയോടെ കേൾക്കും. ദയവായി ആ കഥ എന്നോട് പറയൂ എന്ന് അപേക്ഷിച്ചു. ശ്രീ മഹാവിഷ്ണു കഥ പറയാൻ തുടങ്ങി. ഓ ദേവി, പണ്ട് മധ്യപ്രദേശിൽ മനോഹരമായ ഒരു നഗരം ഉണ്ടായിരുന്നു. ആ നഗരത്തിൽ ഗോപാലൻ എന്ന ഒരു വ്യാപാരി ഭാര്യ സുമിത്രയോടൊപ്പം താമസിച്ചിരുന്നു. ഗോപാലൻ വലിയ ശിവഭക്തനായിരുന്നു. എല്ലാ ദിവസവും ശിവനെ ഭക്തിയോടെ പൂജിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ സുമിത്രയും വളരെ നല്ല സ്വഭാവമുള്ളവളായിരുന്നു. വീട്ടുജോലികളിൽ വളരെ സമർത്ഥയായിരുന്നു. അവരുടെ വീട്ടിൽ പണത്തിനോ ധാന്യത്തിനോ ഒരു കുറവുമുണ്ടായിരുന്നില്ല. ഭഗവാന്റെ കൃപയാൽ അവർക്ക് എല്ലാം സമൃദ്ധമായി ഉണ്ടായിരുന്നു. അവരുടെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ടു പോയി. ഇങ്ങനെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഗോപാലന്റെ ഭാര്യ സുമിത്രയ്ക്ക് ചെടികൾ വളർത്തുന്നതിൽ താൽപര്യം തോന്നി. തന്റെ വീടിന്റെ മുറ്റം പച്ചപ്പുള്ളതാക്കാൻ കുറച്ച് ചെടികൾ നട്ടു. എല്ലാ ദിവസവും അവയ്ക്ക് വെള്ളം ഒഴിച്ച് സ്നേഹത്തോടെ പരിചരിച്ചു. പക്ഷേ പാവം സുമിത്രയ്ക്ക് ചെടികളെക്കുറിച്ച് ശരിയായ അറിവുണ്ടായിരുന്നില്ല. അവൾക്ക് കാണാൻ ഭംഗിയുള്ള ചെടികൾ മാത്രം കൊണ്ടുവന്ന് നട്ടു.
അറിയാതെ അവൾ തന്റെ വീടിന്റെ മുറ്റത്ത് വളരെ അശുഭകരമായ ചെടികൾ നട്ടു. ആ ചെടികൾ വളരാൻ തുടങ്ങിയതു മുതൽ ആ വീട്ടിൽ കഷ്ടപ്പാടുകൾ തുടങ്ങി. ഗോപാലൻ കച്ചവടത്തിൽ പെട്ടെന്ന് നഷ്ടങ്ങൾ വരാൻ തുടങ്ങി. വീട്ടിൽ സമാധാനം ഇല്ലാതായി. ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്കുകൾ ഉണ്ടായി. അവർക്കിടയിലെ സ്നേഹം കുറയുകയും സംശയങ്ങളും വാദങ്ങളും വർദ്ധിക്കുകയും ചെയ്തു. അവരുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായ കഷ്ടപ്പാടുകൾ ഒന്നൊന്നായി വരാൻ തുടങ്ങി. പതിയെ ഗോപാലന്റെ കച്ചവടം മുഴുവൻ നശിച്ചു. അവൻ സമ്പാദിച്ച പണമെല്ലാം ഇല്ലാതായി. അവസാനം ഗോപാലിന് ഭക്ഷണം വാങ്ങാൻ പോലും പണമില്ലാത്ത അവസ്ഥയായി. അവർ പട്ടിണി കിടക്കാൻ തുടങ്ങി. വിശപ്പും ദാരിദ്ര്യവും കാരണം സുമിത്രയ്ക്കും ദേഷ്യം വന്നു. അവൾ ഭർത്താവിനെ എന്തെങ്കിലും ജോലി ചെയ്യാൻ ശകാരിച്ചു. ഗോപാൽ ജോലി തേടി ഗ്രാമത്തിലെ ഓരോ വീടിന്റെയും വാതിലിൽ മുട്ടി. പക്ഷേ അവൻ എവിടെയും ജോലി കിട്ടിയില്ല. അവൻ നിരാശയോടെ വീട്ടിലേക്ക് മടങ്ങി ഭാര്യയോട് പറഞ്ഞു, പ്രിയേ, ആരും എനിക്ക് ജോലി തരുന്നില്ല. ഇനി ഞാൻ എവിടെയാണ് ജോലി കണ്ടെത്തേണ്ടത്? അവൻ കരഞ്ഞു. അവർ രണ്ടുപേരും പൂർണ്ണമായും നിരാശയിലായി. ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ അവരുടെ കയ്യിൽ ഒരു പൈസ പോലും ഉണ്ടായിരുന്നില്ല. അവസാനം ഗോപാൽ ഭാര്യയുടെ ആഭരണങ്ങൾ വിറ്റ് ആ പണം കൊണ്ട് കുറച്ചു ദിവസം വയറു നിറച്ചു. ഇങ്ങനെ അറിയാതെ നട്ട അശുഭകരമായ മരങ്ങൾ കാരണം അവരുടെ ജീവിതത്തിൽ ഭയങ്കരമായ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും വന്നു ചേർന്നു. പക്ഷേ അവർക്ക് ആ കാര്യം അറിയില്ലായിരുന്നു. കൈലാസത്തിലുള്ള പരമേശ്വരനും പാർവതീദേവിയും തങ്ങളുടെ ഭക്തനായ ഗോപാലിന്റെ ഈ ദയനീയ സ്ഥിതി കണ്ടു. അപ്പോൾ പാർവതീദേവി ശിവനോട് ചോദിച്ചു, പ്രഭോ, അങ്ങയുടെ ഭക്തനെ സഹായിക്കുന്നില്ലേ? ഗോപാൽ അങ്ങയുടെ എത്ര വലിയ ഭക്തനാണെന്ന് അങ്ങേക്കറിയാമല്ലോ. അവൻ എല്ലാ ദിവസവും അങ്ങയെ പൂജിക്കുന്നു. പിന്നെ എന്തിനാണ് അവനെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? അപ്പോൾ ശിവൻ പറഞ്ഞു, ദേവി, ഞാൻ തീർച്ചയായും ഗോപാലിനെ സഹായിക്കും. പക്ഷേ ആദ്യം അവന്റെ ഗുണം പരീക്ഷിക്കണം. അതുകൊണ്ട് ഞാൻ നേരിട്ട് അവന്റെ വീട്ടിൽ പോയി അവനെ പരിശോധിക്കുമെന്ന് പറഞ്ഞ് ഒരു സന്യാസിയുടെ രൂപത്തിൽ ഭൂമിയിലേക്ക് വന്നു. സന്യാസിയുടെ രൂപത്തിലായിരുന്ന ശിവൻ ഗോപാലിന്റെ വീടിൻ മുന്നിൽ ചെന്ന് ഭിക്ഷ യാചിച്ചു. വീടിനു മുന്നിൽ വന്ന തേജസ്വിയായ സന്യാസിയെ കണ്ട് ഗോപാൽ നമസ്കരിച്ച്, സന്യാസി മഹാരാജാവേ, വരൂ. അധമന്റെ വീട്ടിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ നിങ്ങളെ എങ്ങനെ സഹായിക്കാനാകും എന്ന് വിനയത്തോടെ ചോദിച്ചു. അപ്പോൾ സന്യാസിയുടെ രൂപത്തിലായിരുന്ന പരമേശ്വരൻ, മകനെ, ഞാൻ തീർത്ഥയാത്രയിലാണ്, വിശ്രമിക്കാൻ എന്തെങ്കിലും ഒരിടം തേടുകയാണ്. നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഈ രാത്രിക്ക് നിങ്ങളുടെ വീട്ടിൽ എനിക്ക് അഭയം നൽകാമോ? ഞാൻ വളരെ ദിവസങ്ങളായി വിശപ്പിലാണ്. കുറച്ച് ഭക്ഷണം തന്നാൽ നിനക്ക് പുണ്യമുണ്ടാകും എന്ന് പറഞ്ഞു. സന്യാസിയുടെ വാക്കുകൾ കേട്ട ഗോപാൽ, മഹാത്മാവെ, നിങ്ങൾ തീർച്ചയായും പുണ്യാത്മാവിനെ പോലെ കാണപ്പെടുന്നു. നിങ്ങളുടെ മുഖത്ത് എത്ര തേജസ്സുണ്ട്. നിങ്ങൾക്ക് സേവനം ചെയ്യാനുള്ള അവസരം ലഭിച്ചത് എന്റെ ഭാഗ്യമാണ്. ദയവായി അകത്തേക്ക് വരൂ എന്ന് ക്ഷണിച്ചു. ഗോപാൽ ആ സന്യാസിക്ക് വലിയ സേവനം ചെയ്തു. പക്ഷേ അവന്റെ വീട്ടിൽ പാചകം ചെയ്യാൻ ഒരു അരിമണി പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ തന്റെ ഭാര്യയോട്, പ്രിയെ, വീട്ടിൽ വന്ന സന്യാസി മഹാപുരുഷനെ പോലെയാണ്. നമ്മൾ എങ്ങനെയും അദ്ദേഹത്തിന്റെ വിശപ്പ് മാറ്റണം. ഞാൻ ഗ്രാമത്തിലേക്ക് പോയി ആരെയെങ്കിലും ചോദിച്ചു കുറച്ച് പണം വാങ്ങിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ഗ്രാമത്തിലെ ഒരു ഷെട്ടിയുടെ വീട്ടിലേക്ക് പോയി ആ ഷെട്ടിയോട് കുറച്ച് പണം കടമായി തരാൻ അപേക്ഷിച്ചു. പക്ഷേ ആ ഷെട്ടി, നിന്റെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ലല്ലോ, എന്റെ പണം എങ്ങനെ തിരികെ തരും എന്ന് ചോദിച്ച് നിരസിച്ചു. അപ്പോൾ ഗോപാലൻ ഷെട്ടി അദ്ദേഹത്തോട്, ദയവായി കുറച്ച് പണം തരൂ, ഞാൻ പെട്ടെന്ന് തന്നെ തിരികെ തരാം. ഒരുപക്ഷേ ഞാൻ പണം തിരികെ തന്നില്ലെങ്കിൽ നിങ്ങൾ എന്റെ വീട് എടുത്തോളൂ എന്ന് വാക്ക് കൊടുത്തു. ഗോപാലന്റെ സത്യസന്ധതയിൽ ദയ തോന്നി ആ ഷെട്ടി പണം കൊടുത്ത്, വ്യാപാരി, നീ പറഞ്ഞതുപോലെ പണം തിരികെ തന്നില്ലെങ്കിൽ നിന്റെ വീട് എനിക്ക് തരണം എന്ന് പറഞ്ഞു. ഗോപാലൻ ആ പണം വാങ്ങി പാൽ, അരി, പച്ചക്കറികൾ എന്നിവ വാങ്ങി വീട്ടിലേക്ക് വന്നു. അവന്റെ ഭാര്യ സുമിത്ര ഉടൻ തന്നെ ഭക്ഷണം പാകം ചെയ്ത് സാധുവിന് ഭക്തിയോടെ വിളമ്പി. ഗോപാലന്റെ ഭക്തിയും അതിഥി മര്യാദയും കണ്ട് ആ സാധു വളരെ സന്തോഷിച്ചു. ഭക്ഷണം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഗോപാലനോട്, വ്യാപാരി, നിന്റെ ഭക്തിയിലും ബഹുമാനത്തിലും ഞാൻ വളരെ സന്തോഷിച്ചു. നിനക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ചോദിക്കൂ, ഞാൻ തീർച്ചയായും നിറവേറ്റിത്തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഗോപാലൻ കൈകൾ കൂപ്പി, മഹാത്മാ, അങ്ങയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് മതി. പക്ഷേ ഞാൻ അങ്ങയിൽ നിന്ന് ഒരു കാര്യം അറിയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എന്ത് പാപം ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഈ ദാരിദ്ര്യം വന്നത്? ഞങ്ങൾ വളരെ ഭക്തിയോടെ പരമേശ്വരനെ പൂജിച്ചു. എന്നിട്ടും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തുകൊണ്ടാണ് ഇത്രയും ദാരിദ്ര്യം വന്നത്? ഇതിനുള്ള കാരണം എന്താണ്?
ദാരിദ്ര്യം മാറ്റാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അപ്പോൾ ആ സാധു ചിരിച്ചുകൊണ്ട്, മകനെ, ഞാൻ നിന്റെ വീടിന്റെ മുറ്റത്തേക്ക് അടിവെച്ചപ്പോൾ തന്നെ നിന്റെ കഷ്ടപ്പാടുകൾക്ക് കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ജീവിതത്തിലേക്ക് ഈ ഭയങ്കരമായ ദാരിദ്ര്യം വരാൻ കാരണം നിന്റെ വീടിന്റെ മുന്നിലുള്ള ആ മരങ്ങളാണ്. നിന്റെ ഭാര്യ അറിയാതെ നട്ട് ആ മരങ്ങൾ അത്യന്തം അശുഭകരമായവയാണ്. അവ കാരണമാണ് നിനക്ക് ഈ ദുരവസ്ഥ വന്നത്. ഉടൻ തന്നെ ആ മരങ്ങൾ നീക്കം ചെയ്ത് അവയുടെ സ്ഥാനത്ത് ശുഭകരമായ ചെടികൾ നടൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഗോപാലൻ അത്ഭുതപ്പെട്ട്, മഹാത്മാവേ, ദയവായി എന്നോട് പറയൂ, വീട്ടിൽ ഏത് മരങ്ങൾ നട്ടാൽ സുഖസമ്പത്തുകൾ വരും, ഏത് മരങ്ങൾ നടാൻ പാടില്ല എന്ന് വിശദമായി പറയുക. ഞാൻ ജീവിതകാലം മുഴുവൻ കടപ്പെട്ടിരിക്കും എന്ന് അഭ്യർത്ഥിച്ചു. അപ്പോൾ ആ സാധു ഇങ്ങനെ പറയാൻ തുടങ്ങി, മകനെ, ശ്രദ്ധയോടെ കേൾക്കുക. നിങ്ങളുടെ വീടിന്റെ കിണറിനടുത്ത് ഒരു പ്ലാവ് നടുക. പ്ലാവ് നടുന്നത് കൊണ്ടുള്ള പുണ്യം നൂറുകണക്കിന് യാഗങ്ങൾ ചെയ്തതിന് തുല്യമാണ്. ആ പ്ലാവിന്റെ ഇലകൾ വെള്ളത്തിൽ വീഴുമ്പോൾ അവ പിണ്ടങ്ങളായി മാറി പിതൃദേവതകളെ തൃപ്തിപ്പെടുത്തുന്നു. ഇതുകാരണം എല്ലാത്തരം പിതൃ ദോഷങ്ങളും നീങ്ങുന്നു. എല്ലാ ദിവസവും കുളിച്ചതിന് ശേഷം ആരെങ്കിലും ഈ പ്ലാവിനെ തൊട്ട് നമസ്കരിക്കുന്നുവോ അവർ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത് പാപങ്ങളിൽ നിന്ന് മുക്തരാകുന്നു. ജീവിതത്തിൽ ഒരിക്കലും തോൽവി കാണില്ല. പ്ലാവിനെ തൊടുന്നത് വഴി സാക്ഷാൽ ലക്ഷ്മീദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്നു. അതിനു ചുറ്റും പ്രദക്ഷിണം ചെയ്യുന്നത് വഴി ആയുസ് വർദ്ധിക്കുന്നു. അമാവാസി ദിവസം പ്ലാവിന് പ്രണാമം ചെയ്യുന്നത് വഴി 1000 പശുക്കളെ ദാനം ചെയ്തതിന് തുല്യമായ ഫലം ലഭിക്കുന്നു. തെറ്റിദ്ധരിച്ചും ഈ മരത്തിന് ദോഷം ചെയ്യരുത്. അതിന്റെ കൊമ്പുകൾ ഒടിക്കുന്നത് മഹാപാപമാണ്. അങ്ങനെയുള്ളവർ നരകത്തിൽ കഠിനമായ ശിക്ഷകൾ അനുഭവിക്കും. രണ്ടാമത്തേത് സാക്ഷാൽ വിഷ്ണുവിന്റെ പ്രാണനായ നെല്ലിമരം. നെല്ലിമരം വീടിനടുത്ത് വളർത്തുന്നത് വളരെ നല്ലതാണ്. ഈ മരത്തിന്റെ ഫലം എല്ലാ ലോകങ്ങളിലും പ്രസിദ്ധമാണ്, പരമപവിത്രമായതാണ്. നെല്ലിമരം നട്ട സ്ത്രീ പുരുഷന്മാർ മരണ ചക്രത്തിൽ നിന്ന് വിമുക്തരാകും. ഈ പവിത്രമായ ഫലം കാണുമ്പോൾ വിഷ്ണു വളരെ സന്തോഷിക്കും. ഇത് കഴിക്കുന്നത് ആയുസ് വർദ്ധിപ്പിക്കും, എല്ലാ പാപങ്ങളും നശിക്കും. നെല്ലിക്ക കുതിർത്ത വെള്ളം കുടിക്കുന്നത് ഏത് ദീർഘകാല രോഗങ്ങളെയും സുഖപ്പെടുത്തും. ആ വെള്ളത്തിൽ കുളിക്കുന്നത് ദാരിദ്ര്യ ദേവതയെ വീട്ടിൽ നിന്ന് ഓടിക്കും. എല്ലാ ഐശ്വര്യങ്ങളും ലഭിക്കും. ഏത് വീട്ടിലാണോ നെല്ലിമരം ഉള്ളത് ആ വീട്ടിലേക്ക് ഭൂത പ്രേത പിശാചുക്കൾക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ഏകാദശി ദിവസം നെല്ലിമരത്തിന്റെ ചുവട്ടിൽ വിളക്ക് വെച്ച് പൂജ ചെയ്താൽ ലോകത്തിലെ എല്ലാ പുണ്യതീർത്ഥങ്ങളും സന്ദർശിക്കുന്നതിനേക്കാൾ വലിയ ഫലം ലഭിക്കും. ആരുടെ വീടിന്റെ മുറ്റത്താണോ നെല്ലിമരം ഉള്ളത് അവിടെ സാക്ഷാൽ ലക്ഷ്മീനാരായണന്മാർ വസിക്കുമെന്ന് ശാസ്ത്രം പറയുന്നു. മൂന്നാമത്തേത് ചെമ്പരത്തിമരം. ചെമ്പരത്തിമരം ദുഃഖത്തെയും സങ്കടത്തെയും നശിപ്പിക്കുന്നു. ഈ മരത്തിൽ അപ്സരസ്സുകൾ വസിക്കുന്നു. ഇത് നിരാശയെ ഇല്ലാതാക്കി മനസ്സിന് ശാന്തത നൽകുന്നു. ചെമ്പരത്തിമരം വീടിന്റെ മുറ്റത്ത് നടുന്നത് വീട്ടിൽ സുഖശാന്തിയും കുടുംബാംഗങ്ങൾ തമ്മിൽ സ്നേഹവും വർദ്ധിപ്പിക്കും. ലക്ഷ്മീദേവിയുടെ അനുഗ്രഹവും ലഭിക്കും. അഷ്ടൈശ്വര്യങ്ങൾ സിദ്ധിക്കും. നാലാമത്തേത് വേപ്പമരം. ഈ മരത്തെ സാക്ഷാൽ ആരോഗ്യദാതാവായ സൂര്യദേവന്റെ രൂപമായി കണക്കാക്കുന്നു. ഈ മരം വീട്ടിൽ നടുന്നത് സൂര്യഭഗവാനെ സന്തോഷിപ്പിക്കുകയും ആ വീട്ടിലുള്ളവർക്ക് ആയുരാരോഗ്യങ്ങൾ നൽകുകയും ചെയ്യും. വേപ്പ് മരത്തിൽ നിന്ന് വരുന്ന കാട്ട് പലതരം രോഗങ്ങളെയും സുഖപ്പെടുത്തുന്നു. ലക്ഷ്മീദേവിക്ക് വേപ്പിലകളും വേപ്പുമരത്തിന്റെ കായ്കളും വളരെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അവൾ വേപ്പുമരമുള്ള സ്ഥലത്ത് താമസിക്കാൻ ഇഷ്ടപ്പെടുന്നത്. വീടിന് മുന്നിൽ വേപ്പുമരം നടുന്നത് ധനസമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. അഞ്ചാമത്തേത് ബിൽവപത്രം മരമാണ്. ഈ മരം സാക്ഷാൽ ശിവപാർവതിമാരുടെ വാസസ്ഥലമാണ്. ഈ മരച്ചുവട്ടിലിരുന്ന് ഒരിക്കൽ ഓം നമോ ശിവായ എന്ന് ജപിച്ചാൽ അത് 1,00,000 തവണ ജപിച്ചതിന് തുല്യമാണ്. ബിൽവ മരമുള്ള വീട്ടിൽ ഒരിക്കലും അകാല മരണം സംഭവിക്കില്ല. ഒരു സ്ത്രീക്കും വൈധവ്യം ഉണ്ടാകില്ല. ആ വീടിനെ ശിവപാർവതിമാർ സ്വയം സംരക്ഷിക്കുന്നു. ആറാമത്തേത് വാളമരം. ഇത് വളരെ ശുഭകരമാണ്. വ്യാഴഗ്രഹത്തിനും വിഷ്ണുവിനും പ്രതീകമാണ്. ഈ മരമുള്ള വീട്ടിൽ ഒരിക്കലും ധനത്തിനും ധാന്യത്തിനും കുറവുണ്ടാകില്ല. ആ വീട്ടിലെ കുട്ടികൾ വിദ്യയിൽ മികവ് പുലർത്തും. ഏഴാമത്തേത് പാരിജാത ചെടി. ഇത് സമുദ്രംഥന സമയത്ത് ലക്ഷ്മീദേവിയോടൊപ്പം ഉദ്ഭവിച്ചതാണ്. ഇത് ഒരു ദേവതാ സസ്യമാണ്. ഇതിന്റെ പൂക്കളുടെ സുഗന്ധം വീട്ടിലേക്ക് ദേവതകളെ ആകർഷിക്കുന്നു. ഈ ചെടിയുള്ള വീട്ടിൽ ലക്ഷ്മീദേവി സ്ഥിരമായി വസിക്കുന്നു. അതുപോലെ നിർബന്ധമായും തുളസി ചെടി വീട്ടിൽ വളർത്തണം. തുളസി ചെടിയില്ലാത്ത വീട് ശ്മശാനത്തിന് തുല്യമാണ്. ഇങ്ങനെ പറഞ്ഞാൽ ധാരാളം ശുഭകരമായ മരങ്ങളുണ്ട്. എന്നാൽ മകനെ, ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നിന്റെ
ജീവിതത്തെയും നിന്റെ വംശത്തെയും നശിപ്പിക്കുന്ന 2 വളരെ അപകടകരമായ ചെടികളെക്കുറിച്ചാണ്. മരിക്കാൻ തയ്യാറാകണം, പക്ഷേ ഇവയെ മാത്രം വീടിന്റെ അടുത്ത് പോലും വരാൻ അനുവദിക്കരുത്. ഈ ചെടികളെ അബദ്ധത്തിൽ പോലും വീടിനടുത്ത് നടരുത്. അവയിൽ ആദ്യത്തേത് ഏറ്റവും ഭയങ്കരമായ താണ്ഡ്രമരമാണ്. ഈ മരം അബദ്ധത്തിൽ പോലും വീടിന്റെ മുറ്റത്ത് നടരുത്. ഈ മരം ഒരു കാന്തം പോലെ പ്രവർത്തിച്ചു കാറ്റിൽ ചലിക്കുന്ന ഏറ്റവും ക്രൂരമായ ഭൂതപ്രേതപിശാചു ഗണങ്ങളെ ആകർഷിക്കുന്നു. അവ ഈ മരത്തിൽ താമസമുറപ്പിച്ച് ആ വീട്ടിലെ അംഗങ്ങളിൽ തങ്ങളുടെ സ്വാധീനം ചെലുത്താൻ തുടങ്ങുന്നു. ആദ്യം വീട്ടിലുള്ളവർക്ക് പേടി സ്വപ്നങ്ങൾ വരുന്നു. പിന്നീട് ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആരോ തങ്ങളെ നിരീക്ഷിക്കുന്നതായി ഭയം തോന്നുന്നു. പതുക്കെ ആ വീട്ടിലെ അംഗങ്ങളുടെ മാനസിക നില മോശമാകുന്നു. പരസ്പരം സംശയങ്ങളും വെറുപ്പും വർദ്ധിക്കുന്നു. ആ വീട്ടിൽ എപ്പോഴും ആരെങ്കിലും രോഗബാധിതരായിരിക്കും. എത്ര ചികിത്സിച്ചാലും രോഗം ഭേദമാകില്ല. കാരണം ആ ദുഷ്ടശക്തികൾ ആ വീട്ടിലെ അംഗങ്ങളുടെ ജീവശക്തിയെ പതിയെ വലിച്ചെടുക്കുന്നു. ഒടുവിൽ ആ കുടുംബം സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും പൂർണ്ണമായി നശിച്ച് ഭിക്ഷാടനം ചെയ്യുന്ന നിലയിലേക്ക് എത്തുന്നു. അതുകൊണ്ടാണ് ഈ വൃക്ഷത്തെ ഭൂത വൃക്ഷം എന്ന് പറയുന്നത്. അതിനാൽ അബദ്ധത്തിൽ പോലും താണ്ഡ്രമരം വീടിനടുത്ത് വളർത്തരുത്. അബദ്ധത്തിൽ അത് മുളച്ചാൽ പിഴുതെറിയുക. 2ാമത്തേത് വംശനാശത്തിന് കാരണമാകുന്ന പനമരമാണ്. ഈ മരം വീടിനടുത്ത് നടുന്നതിലൂടെ സന്തതി നശിക്കുന്നു. ഈ മരം ഉയരമുള്ളതും ഒറ്റപ്പെട്ടതുമാണ്. അതിന്റെ സ്വഭാവം പോലെ അത് താമസിക്കുന്ന വീട്ടിലെ ആളുകളെയും ഒറ്റപ്പെടുത്തുന്നു. ഈ മരം ഭൂമിയിൽ നിന്ന് ഒരുതരം പ്രതികൂല ഊർജം വലിച്ചെടുത്ത് വീട്ടിലേക്ക് പ്രസരിപ്പിക്കുന്നു. ആ ഊർജം നേരിട്ട് ആ വീടിന്റെ വംശത്തെ, അതായത് സന്തതിയെ ബാധിക്കുന്നു. ആ വീട്ടിൽ സന്താനമില്ലായ്മ, ഗർഭഛിദ്രം സംഭവിക്കുക, അല്ലെങ്കിൽ ജനിച്ച കുട്ടികൾ വംശത്തിന് ചീത്തപ്പേർ വരുത്തിവെക്കുക, ദുർമാർഗികളായി മാറുക തുടങ്ങിയ സംഭവിക്കുന്നു. പനമരത്തിന്റെ നിഴൽ വീടിന്മേൽ വീണാൽ ആ വീടിന്റെ പുരോഗതി പൂർണ്ണമായി നിലയ്ക്കുന്നു. അതുകൊണ്ടാണ് പനമരം നട്ടവൻ വംശത്തിന് തലകൊരുവി വെച്ചവനാണെന്ന് മുതിർന്നവർ പറയുന്നത്. അതുകൊണ്ട് ആരും വീടിനടുത്ത് പനമരം വളർത്തരുത്. ഒരുപക്ഷേ ആ മരം മുളച്ചാൽ പിഴുതെറിയുക. അതുപോലെ വീടിന്റെ മുന്നിൽ ഒരിക്കലും ജമ്മി മരം നടരുത്. ഇത് നടുന്നതിലൂടെ വിപത്തുകൾ വരുന്നു. വീടിന്റെ മുന്നിൽ രേഗി മരവും നടരുത്. ഇത് നടുന്നതിലൂടെ നെഗറ്റിവിറ്റി വർദ്ധിക്കുന്നു, ധനം നശിക്കുന്നു, കഷ്ടപ്പാടുകൾ വരുന്നു. വീടിനടുത്ത്, അതായത് മതിലുകൾക്കുള്ളിൽ മാമ്പഴ മരവും നടരുത്. ഈ മരത്തിന്റെ നിഴൽ വീടിന്മേൽ വീണാൽ അശുഭ ഫലങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ഈ മരം വീട്ടിൽ നിന്ന് ദൂരെ നടേണ്ടത്. അതുപോലെ വീടിന്റെ മുന്നിൽ പപ്പായ മരം നടരുത്. ഈ മരം നടുന്നതിലൂടെ ധനം നശിക്കുന്നു, ദാരിദ്ര്യം വരുന്നു. എന്നാൽ പലരും അറിയാതെ പപ്പായ പഴങ്ങൾക്കായി പപ്പായ മരങ്ങൾ വീടിനടുത്ത് വളർത്തുന്നു. എന്നാൽ അത് നിങ്ങളുടെ വീടിന് ഒട്ടും നല്ലതല്ല. അതുകൊണ്ട് നിങ്ങളുടെ വീടിനടുത്ത് പപ്പായ മരങ്ങൾ ഉണ്ടെങ്കിൽ അവയെ ഉടൻ തന്നെ നീക്കം ചെയ്യുക. അതുപോലെ ആൽമരം വീടിന്റെ കിഴക്ക് ദിശയിലാണെങ്കിൽ വീട്ടിൽ ദാരിദ്ര്യം വരും. അത്തിമരം വീടിന്റെ പടിഞ്ഞാറ് ദിശയിലാണെങ്കിൽ വീട്ടിൽ ദുഃഖകരമായ അന്തരീക്ഷം ഉണ്ടാകും. അതുപോലെ മരുഭൂമിയിലെ സസ്യങ്ങളും വീട്ടിൽ നടരുത്. കറ്റാർ വാഴ ഒഴികെ മറ്റേതൊരു മരുഭൂമിയിലെ സസ്യവും വീട്ടിൽ നടരുത്. അതായത് ബ്രഹ്മജമുടു, നാഗജമുടു, ഡ്രാഗൺ ഫ്രൂട്ട്സ് ചെടി, ബ്രഹ്മകമലം പോലുള്ള ചെടികൾ വീട്ടിൽ വളർത്തരുത്. ഈ ചെടികളിൽ മുള്ളുകളും കട്ടിയുള്ള തണ്ടുകളും ഉണ്ടാകും. വെള്ളവും ഈർപ്പവും സംഭരിക്കാൻ ഇവ അനുയോജ്യമാണ്. പക്ഷേ ഇവയുടെ സ്വഭാവം ശുഭകരമല്ല. അതിനാൽ മരുഭൂമിയിലെ സസ്യങ്ങൾ വീട്ടിൽ വളർത്തരുത് എന്ന് സാധു മഹാരാജ് ഗോപാലനോട് പറഞ്ഞു. വ്യാപാരി ഗോപാല, ഞാൻ നിനക്ക് ഈ ശുഭവും അശുഭവുമായ ചെടികളെക്കുറിച്ച് പറഞ്ഞു തന്നു. നിന്റെ വീട്ടിൽ നിന്റെ ഭാര്യ മരുഭൂമിയിലെ ചെടികളും അതുപോലെ ഇലന്തമരവും നട്ടു. അതുകൊണ്ടാണ് നിനക്ക് ദാരിദ്ര്യം വന്നത്. നീ ആ ചെടികൾ പിഴുതെടുത്ത് ശുഭകരമായ ചെടികൾ നട്ട് ദൈവാനുഗ്രഹം നേടുക എന്ന് പറഞ്ഞു. അപ്പോൾ ഗോപാലൻ പറഞ്ഞു, ഓ മഹാത്മാവേ, അങ്ങ് ഇന്ന് എനിക്ക് വലിയ ജ്ഞാനം നൽകി. ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അപ്പോഴേക്കും സാധുവിന്റെ രൂപത്തിലുണ്ടായിരുന്ന ശിവയ്യ ഗോപാലനെ അനുഗ്രഹിച്ച് ആ സ്ഥലത്തുനിന്ന് അപ്രത്യക്ഷനായി. സാധു മഹാത്മാവ് അപ്രതീക്ഷിതമായി അപ്രത്യക്ഷനാകുന്നത് കണ്ട് ഗോപാലനും ഭാര്യയ്ക്കും ആശ്ചര്യം തോന്നി. അപ്പോൾ അവർക്ക് മനസ്സിലായി സാക്ഷാൽ ശിവയ്യ തങ്ങളുടെ വീട്ടിൽ വന്നു എന്ന്. പിന്നീട് ഗോപാലൻ സാധു മഹാത്മാവ് പറഞ്ഞതുപോലെ വീടിന്റെ മുന്നിൽ അനേകം ശുഭകരമായ ചെടികൾ നട്ടു. അതുകൊണ്ട് അപ്രതീക്ഷിതമായി അയാൾക്ക് ധാരാളം ധനം ലഭിച്ചു. ദാരിദ്ര്യം അകന്നുപോയി. ഗോപാലൻ അദ്ദേഹത്തിന്റെ ഭാര്യ ശിവയ്യയ്ക്ക് നന്ദി പറഞ്ഞു തുടങ്ങി. അതിനാൽ ദേവി ലക്ഷ്മി ശുഭ
അശുഭ തരത്തിലുള്ള വൃക്ഷങ്ങളെക്കുറിച്ച് ഈ കഥയിലൂടെ നിനക്ക് മനസ്സിലായില്ലേ എന്ന് വിഷ്ണു പുഞ്ചിരിച്ചു. ഇങ്ങനെ വിഷ്ണു വീടിന്റെ അടുത്ത് നടേണ്ട ശുഭ അശുഭ വൃക്ഷങ്ങളെക്കുറിച്ച് പറഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കണ്ടില്ലേ കൂട്ടുകാരെ, ദൈവത്തിന്റെ സൃഷ്ടിയിൽ ഓരോ സസ്യത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ടെങ്കിലും വീടിനടുത്ത് ഏതൊക്കെ വളർത്തണം, ഏതൊക്കെ വളർത്തരുത് എന്ന് ഈ പുരാണ കഥയിലൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലായി. അതിനാൽ നിങ്ങളുടെ വീടിന് ചുറ്റും താണ്ട്രമരം, പനമരം അല്ലെങ്കിൽ മുള്ളുകളുള്ള മരുഭൂമിയിലെ സസ്യങ്ങൾ പോലുള്ള അശുഭകരമായ മരങ്ങൾ ഉണ്ടെങ്കിൽ അവയെ ഉടൻ തന്നെ നീക്കം ചെയ്യുക. അവയുടെ സ്ഥാനത്ത് തുളസി, നെല്ലി, പാരിജാതം, ബിൽവവൃക്ഷം പോലുള്ള പവിത്രമായ സസ്യങ്ങൾ നട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് സുഖസന്തോഷങ്ങളെയും അഷ്ടൈശ്വര്യങ്ങളെയും സ്വാഗതം ചെയ്യുക. ഈ ആത്മീയ വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനകരമാണെന്ന് തോന്നുന്നുവെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് അവരെയും ഈ ദോഷങ്ങളിൽ നിന്ന് രക്ഷിക്കുക. ഇതുപോലുള്ള കൂടുതൽ വാസ്തു ആത്മീയ രഹസ്യങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സർവേജന സുഖിനോ ഭവന്തു. നമസ്കാരം.